ഈ ദാവീദിൻ്റെ ലൈഫ് കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു. അതിനകത്ത് താൻ എടുത്തു പറയുന്ന സങ്കീർത്തനത്തിനകത്ത് ഒരുപാട് വാക്യങ്ങൾ ആൻറ്റി എടുത്തു പറഞ്ഞു. യഹോവ എൻ്റെ ശൈലമാണ്, യഹോവ എൻ്റെ സങ്കേതമാണ്, യഹോവ എൻ്റെ ജീവൻ്റെ ബലമാണ്. ഒത്തിരി പ്രതികൂലങ്ങൾക്കകത്ത് തകരാതെ പോയത് തനിക്ക് ആ ദൈവം ആരാണെന്നതിനെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, തൻ്റെ കൂടെ സഹായിപ്പാൻ കൂട്ടുകാരോ സഹവിശ്വാസികളോ സഹോദരങ്ങളോ അപ്പനോ അമ്മയോ ഇല്ലാതെ വരുന്ന സമയങ്ങളിൽ, ഒറ്റപ്പെടലിൻ്റെ നിറവുകളിൽ, ഇവിടെ ശ്രദ്ധിച്ചേ, ഒറ്റപ്പെടലിൻ്റെ നിലവുകളിൽ ദൈവം അവന് തുണയായി നിൽക്കുന്നു. ആമേൻ. സങ്കീർത്തനക്കാരൻ്റെ ദൂത് നിങ്ങളുടെ മനസ്സിനോട് ഇടപെടുന്നത്, നിങ്ങൾ ഒറ്റപ്പെടലിൻ്റെ നടുവിൽ ആരും ഇല്ല എന്ന് ഓർത്ത് ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ കണ്ണ് നനയുന്നിടത്ത് കണ്ണുനീർ തുടയ്ക്കാൻ ഒരു നാഥൻ ഇറങ്ങി വരും. നന്നായിട്ടൊരു ഹല്ലേലൂയ കർത്താവിന് കൊടുക്കണം. ഹല്ലേലൂയ. ഒറ്റപ്പെടൽ അറിഞ്ഞവർ, ഒറ്റപ്പെടൽ അനുഭവിച്ചവർ, ഒറ്റപ്പെടലിലൂടെ പോയവർ, ഇന്ന് പകല് ആ നിലവുകൾ നിങ്ങളുടെ ലൈഫിനകത്തുണ്ടായ നിമിഷങ്ങളിൽ, ആ പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ സമയങ്ങളിൽ, നിശ്ചയം അനുഭവങ്ങളുടെ സാക്ഷ്യം എന്നോട് പറയാതെ തന്നെ എനിക്ക് നന്നായി അറിയാം, ദൈവം നിങ്ങളെ സഹായിക്കാൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. വിളിച്ചവൻ്റെ വിളി കേൾക്കാതെ മറുതലിക്കുന്ന ഒരു ദൈവം അല്ല എൻ്റെ ദൈവം. അവൻ വിളി കേട്ടവൻ്റെ വിളിക്ക് മറുപടി നൽകുന്ന ദൈവമാണ് എൻ്റെ യേശു. ഇന്ന് പകലും ചോദിച്ചതിനേക്കാളും നനച്ചതിനേക്കാളും അത്യന്തം പരമായി നടത്താൻ കഴിയുന്ന കർത്താവ്, ഹല്ലേലൂയ, നമ്മുടെ ഉള്ളത്തിൽ മറ്റാരേക്കാളും അടുത്ത് അവൻ നമ്മുടെ കൂടെ ഇരിപ്പുണ്ട്. തിരിച്ചറിവുള്ള ദൈവമക്കൾ അവൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ ആത്മാവിൽ പ്രതികൂലങ്ങളോട് പ്രവചിക്കാനും പ്രതികരിക്കാനും തയ്യാറാണെങ്കിൽ കൃത്യം നിന്റെ ലൈഫ് ഒരു മഹത്വമായി തീരും. നിന്റെ അനുഭവങ്ങൾ ദൈവപ്രവൃത്തിയായി തീരും. നിന്റെ ജീവിതം നരകമെന്ന് തോന്നിച്ച സാഹചര്യത്തിനകത്ത് നിന്ന് ദൈവം എടുത്ത് ഉയർത്തുന്ന നീ കാണുന്ന നിമിഷങ്ങൾ അതിവിദൂരമല്ല. നിന്റെ ലൈഫിനകത്ത് നാളുകളിൽ അത് സംഭവിക്കാൻ പോവുകയാണ്. കർത്താവ് സംസാരിക്കുന്നു. അതുകൊണ്ട് മൗനമായിരിക്കാതെ അന്തരീക്ഷങ്ങളോട് പ്രതികരിക്കുക. വിശ്വസിക്കുന്നവൻ ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടിരിക്കും. ഹല്ലേലൂയ. നാറ്റം വെച്ച് പ്രകൃതികൾക്കോ ഹല്ലേലൂയ അവിടെ നിൽക്കുന്ന സമൂഹത്തിനോ ചിന്തിക്കാൻ പറ്റാത്തൊരു നിലവാരത്തിനകത്തേക്ക് താണ് മരവിച്ച് മരിച്ച് ചീഞ്ഞ നിലവാരത്തിലിരിക്കുന്ന ലാസറിനെ ഹല്ലേലൂയ ദൈവശക്തിയുടെ വാക്കുപയോഗിച്ച് യേശു വിളിച്ച് പുറത്തിറക്കുമ്പോൾ ആ ദേശത്തോടും ആ കുടുംബത്തോടും തൻ്റെ സഹോദരിമാരോടും യേശു പറഞ്ഞ വാക്കാ, നീ വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതിനകത്ത് അവന് പ്രവർത്തിക്കാൻ വഴികളുണ്ട്. ആത്മാവ് ചിലരോട് ഇടപെടുന്നു. നിന്റെ കണ്ണുകളിൽ, കാതുകളിൽ, പ്രകൃതിയിൽ നിനക്ക് ചിലതിനെ കണ്ടെത്താൻ കഴിയാത്ത അസ്ഥിരമേറിയ മേഖലകൾക്കകത്ത് നീ നിൽക്കുമ്പോൾ ആത്മാവ് പറയുന്നു, അവന് പ്രവർത്തിക്കാൻ സാധ്യതകളുടെ സഹായങ്ങൾ ആവശ്യമില്ല. ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന കർത്താവ് അവൻ നിനക്ക് വേണ്ടി സകലത്തെയും ഉളവാക്കി കൊണ്ടുവരും. അർഗമാറിയം ധൂറിമാം സുഖോറ ബശബ്രഖസിയ അൽഗമാറിയം ഷിയാർഖമാസിയ അൽഗമാറിയ. ഞാൻ എവിടെ വായിച്ച വാക്ക് ഇങ്ങനെ എൻ്റെ ഉള്ളത്തിൽ കിടപ്പുണ്ട്. ദാവീദ് ഹല്ലേലൂയ ഒരു സിംഹത്തെ, തൻ്റെ ആടിനെ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷിച്ചത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു മറ്റൊരു മൃഗത്തെയും, ഐ തിങ്ക് കരടിയാണെന്ന് തോന്നുന്നു, ആമേൻ, കരടിയുടെ കയ്യിൽ നിന്ന് തൻ്റെ ആടിനെ സംരക്ഷിച്ചത്. ഇത് ഞാൻ എവിടെയോ വായിച്ചത്, എൻ്റെ ഓർമ്മയ്ക്കകത്ത് ആരെഴുതിയെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഈ ആഴ്ചയിൽ എവിടെയോ വായിച്ചു പോയ ഒരാശയം എൻ്റെ അകത്തേക്ക് ആത്മാവ് ഇടുന്നു. ഞാനത് വായിച്ചത് ഇപ്പോൾ നിങ്ങളിത് കേൾക്കേണ്ടതിനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ വായിക്കാനായിട്ട് ഫോണിൽ വരുന്ന മെസ്സേജുകളെല്ലാം വായിക്കാൻ തയ്യാറാകുന്ന ഒരാളല്ല. പക്ഷേ ഞാൻ എവിടെയോ വായിച്ചു മറന്നു, ആരെഴുതിയിട്ടെന്ന് എനിക്കിപ്പോഴും ഓർക്കുന്നില്ല. പക്ഷെ ഇങ്ങനെയാണ് ഭാഗം കിടക്കുന്നത്. ഹല്ലേലൂയ. ദാവീദിൻ്റെ ഈ അനുഭവം, താൻ കരടിയെ വലിച്ചു കീറിയത്, ഹല്ലേലൂയ, താൻ സിംഹത്തെ വലിച്ചു കീറിയത് ആരും കണ്ടില്ല.
ആരും കണ്ടില്ല. ആമേൻ. ഹല്ലേലൂയ. ആരും കാണാൻ വേണ്ടിയല്ല അത് ഹല്ലേലൂയ ആ അന്തരീക്ഷം ഉണ്ടായത്. പക്ഷേ താൻ ആ ആടിനെ കരടിയിൽ നിന്നും സിംഹത്തിൽ നിന്നും സംരക്ഷിക്കുമ്പോൾ ദാവീദിനൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഹല്ലേലൂയ. തൻ്റെ മേലൊരു അസാധാരണ ശക്തി ഉണ്ട്. ഹല്ലേലൂയ. തൻ്റെ മേലൊരു അസാധാരണത്വം വ്യാപരിക്കുന്നുണ്ട്. കേവലം സാധാരണക്കാരനെന്ന് മുദ്ര ചുറ്റി അവനെ ഒരു ഹല്ലേലൂയ ആടുകൾ മേയ്ക്കുന്നവനാക്കി ഹല്ലേലൂയ അപ്പനും അമ്മയും വേർതിരിച്ച് കളയുമ്പോൾ ആ വനാന്തരത്തിൽ തന്നെ ഏൽപ്പിച്ച ആ ആടിനെ സംരക്ഷിക്കുവാൻ അവന് മനസ്സ് തോന്നിയപ്പോൾ അതിനുവേണ്ടി ഇറങ്ങി നിന്നപ്പോൾ ഒരു കരടിയോ ഒരു നിസാരം പോലെ, ഒരു സിംഹത്തെ ഒരു നിസാരനെ പോലെ വലിച്ചു കീറിക്കളഞ്ഞപ്പോൾ ദൈവം അവനെ പരിചയപ്പെടുത്തി കൊടുക്കുക, നീ ഒരു സാധാരണക്കാരനല്ല. ഹല്ലേലൂയ. ആൻറ്റി ഇവിടെ പറഞ്ഞതുപോലെ ഗോലിയാത്തിന്റെ നേരെ ഹല്ലേലൂയ യഹോവയുടെ ജീവന്റെ ബലം എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് ചെല്ലാനുള്ള ആംബിയർ ലഭിച്ചത് ഹല്ലേലൂയ താൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ ദൈവം തന്നോട് ഇടപെട്ട ഈ നിലവാരത്തിലാണ്. അങ്ങനെയാണെങ്കിൽ നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ദൈവം ചില ശക്തികൾ നിന്റെ ശരീരത്തിനകത്ത് നൽകി തരും. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവം പരസ്യമായി നിന്നെ വെളിപ്പെടുത്തേണ്ടതിനാണ്. രഹസ്യമായ ചില ശക്തിയുടെ നിറവുകൾ നിങ്ങളുടെ അകത്ത് വെളിപ്പെടുന്നത് പരസ്യമായി ദൈവം ചില സ്ഥലങ്ങൾക്കകത്ത് ദൈവം നിന്നെ നിർത്തേണ്ടതിനാണ്. ഹല്ലേലൂയ. മരുഭൂമിയിൽ ഒറ്റയ്ക്കിരുന്ന അഭിഷേകത്തിൻ്റെ നിറവിലേക്ക് യേശു വന്നിട്ട് അവൻ ഗലീലയിലേക്ക് ആത്മാവിൻ്റെ ശക്തിയോടെ മടങ്ങി എന്ന് പറയുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ. ഹല്ലേലൂയ. രോഗത്തോടെയും ഭാരത്തോടെയും ശാപത്തോടെയും തുടർന്ന ഒരു വലിയ യേശുവിന്റെ സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും കൊണ്ടുവരിക എന്നുള്ളതാണ്. നിന്റെ രഹസ്യത്തിൻ്റെ അനുഭവങ്ങൾ ദൈവശക്തിയുടെ പ്രദർശനമാകാൻ പോവുകയാണ് എന്ന് ഞാൻ ആത്മാവിൽ സഭയെ നോക്കി പ്രവചിക്കുന്നു. ഇന്നലെ ഒറ്റപ്പെടലാണ്, ഇന്നലെ വേദനയാണ്, ഇന്നലെ മാറ്റി നിർത്തലാണ്. പക്ഷേ അതിനല്ല അവസരം, മറിച്ച് ദൈവത്തിന് നിന്നെ ശക്തീകരിക്കാനുള്ള സമയമാണത്. പറ എന്നോടൊപ്പം, ഒറ്റപ്പെടുന്നത് ദൈവത്തിന് ശക്തീകരിക്കാനുള്ള സമയമാണ്. ആമേൻ. നന്നായി ഹല്ലേലൂയ പറയാമോ? എൻ്റെ കൂടെ ഓടാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഓടിവാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഒറ്റപ്പെടലൊക്കെ ഹല്ലേലൂയ നമ്മൾ അനുഭവിക്കുന്ന സമയങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന നിമിഷങ്ങൾ ഒത്തിരി വേദനയുള്ളതാണ്. ആ വേദനയുടെ പ്രദർശനങ്ങളാണ് നമ്മൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോ, ഹല്ലേലൂയ. അവിടെ കരുതുന്ന ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്നുവെങ്കിൽ കർത്താവ് നിന്റെ മേൽ ഒരു ശക്തിയെ പോലെ ഇറങ്ങി വരും. ഞാൻ ഹല്ലേലൂയ നല്ല റൂട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹല്ലേലൂയ എൻ്റെ കൂടെ നിൽക്കുന്ന സഹോദരങ്ങളോട് പറയുകയും പിന്നീട് ഒരു പ്രസ്താവനയായി ഞാൻ എഴുതുകയും ചെയ്ത ഒരു ഭാഗമുണ്ട്. ഹല്ലേലൂയ. നിനക്ക് കഷ്ടത ഉണ്ടാകട്ടെ, പക്ഷേ കഷ്ടത പ്രദർശിപ്പിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. അതിനകത്ത് കരുതുന്ന, നടത്തുന്ന, വിടിവിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്താനാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ഇതെൻ്റെ ലൈഫിനകത്തേക്ക് തുറന്നു വന്നത് ഒരാളിരുന്ന് പാടുകയാണ്. പാട്ട് പാടുന്നത് കേട്ടിട്ട് ഹല്ലേലൂയ നെഞ്ച് പൊട്ടുക. കാരണം അതിനകത്ത് ദൈവം ഇല്ല, അതിനകത്ത് അവൻ്റെ കഷ്ടത മാത്രമേ ഉള്ളൂ. ആമേൻ. ദൈവത്തെക്കുറിച്ചൊക്കെയാണ് പാടുന്നത്. ഹല്ലേലൂയ. പക്ഷേ ആ പാട്ടിനകത്ത് പ്രദർശിപ്പിക്കുന്ന മുഴുവൻ തൻ്റെ കഷ്ടതയാണ്. ഹല്ലേലൂയ. തൻ്റെ നീർച്ചൂളകളാണ്. ഹല്ലേലൂയ. ദൈവം ബൈബിളിനകത്തൂടെയും പുറത്തൂടെയും അനുവദിക്കുന്നില്ല. നീ അനുഭവിച്ച കഷ്ടതയിൽ ഹല്ലേലൂയ ദൈവത്തെ കണ്ടെത്താൻ പറ്റുമെങ്കിൽ അതിനകത്ത് കരുതുന്ന ഒരു ദൈവത്തെ കണ്ടെത്താൻ പറ്റും. ഹല്ലേലൂയ. എത്ര പേര് മനസ്സിലാക്കുന്നു? ഒരു റോങ് ഐഡിയ ആണ് വിശ്വാസ സമൂഹത്തിനകത്തേക്ക് വന്നിരിക്കുന്ന ഒരു റോങ് ഐഡിയ ആണ്. സാക്ഷ്യങ്ങൾ ഹല്ലേലൂയ കഷ്ടതയുടെ നീർച്ചൂളകളെ പൊക്കിയെറിയാനുള്ള സ്ഥലമായി സഭാഹോൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ബൈബിളിനകത്ത് വെളിപ്പെട്ട ആത്മസത്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു തർജ്ജനബോധത്തോടെ ഹല്ലേലൂയ വിശ്വാസ സമൂഹത്തോട് ഞാൻ ആത്മാവിൽ പ്രബോധിപ്പിക്കുന്നു. നിന്റെ ദൈവസന്നിധിയിൽ നിന്റെ കഷ്ടതയെ വെളിപ്പെടുത്താനല്ല, കഷ്ടതയായിക്കോട്ടെ അവിടെ ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവനെ വെളിപ്പെടുത്താൻ കഴിഞ്ഞാൽ കഷ്ടത സാരമില്ല എന്ന് പറയുന്ന വാക്ക് നിന്നിൽ നിവർത്തീകരിക്കപ്പെടും. ഹല്ലേലൂയ. ഇന്ന് പകല് ഞാൻ വിശ്വാസത്തോടെ പറയുന്നു, ഇതിനകത്ത് നീർച്ചൂളകൾ രോഗമായി, ഭാരമായി, വേദനയായി ഒക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. പക്ഷേ എനിക്ക് ഇന്ന് രാവിലെ അതിനോടല്ല പ്രതികരിക്കാനുള്ളത്. ഹല്ലേലൂയ. ആ വിഷയത്തിനകത്ത് നിങ്ങളൊരു കർത്താവിനെ മുൻനിർത്തുന്നുണ്ടോ? ആ വിഷയം നിങ്ങൾ ഓർക്കാത്ത രീതിയിൽ ദൈവം എടുത്ത് മായ്ച്ചു കളയും.
കരം അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്താൽ നന്നായിട്ട് കത്തുന്ന രീതിയിൽ ഇരിക്കാമെങ്കിൽ ആത്മാവ് ഈ അന്തരീക്ഷത്തെ ടേക്കപ്പ് ചെയ്യും. ഹല്ലേലൂയ. ഇങ്ങനെ തുടങ്ങിയത് പലതും എവിടേക്കോ പോയി തീർന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് പകൽ അങ്ങനെ നിർത്താൻ താല്പര്യമില്ല. പരിശുദ്ധാത്മാവ് സംസാരിച്ച് തുടങ്ങുന്നു എന്ന് തിരിച്ചറിയുന്നു. ഹല്ലേലൂയ. നിന്റെ പാട്ടുകൾക്കകത്ത് ദൈവത്തിൻ്റെ ആരാധനയാക്കി മാറ്റുന്ന ദൈവത്തെ വെളിപ്പെടുത്തുക. റിവീൽ യുവർ ഗോഡ്. നിന്റെ ദൈവത്തെ വെളിപ്പെടുത്തുക. ഹല്ലേലൂയ. കഷ്ടത വെളിപ്പെടുത്താതെ നിന്റെ ദൈവത്തെ വെളിപ്പെടുത്തുക. അടുത്തിരിക്കുന്നോട് പറ, ഹല്ലേലൂയ. കഷ്ടതയല്ല വെളിപ്പെടേണ്ടത്. കാരണം എന്താണെന്നറിയോ? അത് നീങ്ങിപ്പോകും. എന്താ? അത് നീങ്ങിപ്പോകും. ബൈബിളിനകത്ത് മുഴുവൻ ആശയമാണ്. അല്ല, വീണ് കിടക്കുന്നവരൊക്കെ തോന്നുന്നേ ഉള്ളൂ. പക്ഷേ ആ തോന്നൽ വെറുതെയാ. എപ്പോഴെഴുന്നേറ്റെന്ന് ചോദിച്ചാൽ മതി. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ആശയം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. മരണം മുന്നിൽ കണ്ടുകൊണ്ടൊരു മനുഷ്യൻ ജീവിതത്തിൽ താൻ കേട്ട അറിവനുസരിച്ച് തൻ്റെ മകൻ താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന അറിഞ്ഞ ദുഃഖം സഹിക്ക വഴിയാതെ പ്രാണവേദനയിൽ ആ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ തയ്യാറായിരിക്കുന്ന മനുഷ്യൻ തൻ്റെ മകൻ മരിച്ചിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് ഒരറിയിപ്പ് പോലെ തൻ്റെ കാതുകളിലേക്ക് കേട്ടു തുടങ്ങിയപ്പോൾ തൻ്റെ ശരീരത്തിനകത്തെ ക്ഷീണം മറന്ന് താൻ തന്നെ ഉറപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വിശ്വാസിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കേപ്പബിലിറ്റിയാണ്, അധികാരമാണ്, അഭിഷേകമാണ്. അകത്തു വാഴുന്ന ദൈവത്തിൻ്റെ വിശ്വാസത്തെ ആത്മാവിൽ പറയാൻ തുടങ്ങിയാൽ നിന്റെ ചിന്താഗതി ദൈവം ആദ്യം മാറ്റും. രണ്ടാമത് നിന്റെ സാഹചര്യത്തെ ദൈവം മാറ്റും. ഞാൻ പ്രവചിക്കുന്നു, നീ പറയാൻ തയ്യാറാണെങ്കിൽ അസ്ഥികൾ കൂടും, അത് സൈന്യമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദിന്റെ കഷ്ടതകൾ എടുത്ത് പറഞ്ഞ അധ്യായങ്ങളിലെല്ലാം അത് അവിടെ കൊണ്ട് തീരുന്നില്ല, മറിച്ച് ഇറങ്ങി നിൽക്കുന്നൊരു ദൈവത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. പ്രവാചകൻ ചൂടുള്ള അന്തരീക്ഷത്തിൽ കുത്തി നോവിപ്പിക്കുന്ന സാഹചര്യങ്ങൾക്കകത്തും ഹല്ലേലൂയ തൻ്റെ വേദനകളുടെ പ്രദർശനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ നടുവിൽ താൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തനിക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്നൊരു ദൈവത്തെക്കുറിച്ച് കൃത്യമായി എഴുതിയിട്ടുണ്ട്. കാരണം എന്താണ്? ഹല്ലേലൂയ. തനിക്ക് പറയാനുണ്ടായിരുന്ന ഒരു കഷ്ടതയെക്കുറിച്ചായിരുന്നില്ല, മറിച്ച് അതിൻ്റെ നടുവിൽ ഇറങ്ങിയ ഒരു ദൈവത്തെക്കുറിച്ചായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ഏറ്റവും നന്നായി ഗ്രഹിക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന എന്നാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസാനത്തെ പുസ്തകമുണ്ട്, വെളിപ്പാട് പുസ്തകം. പറഞ്ഞു തുടങ്ങുന്നത് ഈജിയൻ കടലിടുക്കിനകത്ത് മരണത്തെ മാത്രം മുഖാമുഖം കാണാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിനകത്ത് പെട്ടുപോയൊരു വാർദ്ധക്യത്തിൻ്റെ ചുവകൾ ശരീരത്തിൽ അനുഭവിക്കുന്ന ഒരു മനുഷ്യനായി യോഹന്നാൻ തീർന്നു നിൽക്കുമ്പോൾ ദൈവം അവനെക്കുറിച്ച് പറയുന്നത്, അല്ല, നീ ഇന്ന് വരെ കണ്ടതിനേക്കാൾ അപ്പുറമുള്ള കാഴ്ചകൾക്ക് നിന്റെ കണ്ണുകൾ ഭാഗ്യം ലഭിക്കാൻ പോകുക. മാനവരാശിക്ക് ഇന്ന് വരെ ആരുടെ മുമ്പിലും വെളിപ്പെടുത്താത്ത സ്വർഗത്തിലെ ഉയർന്ന ആത്മസത്യങ്ങളെ നിന്റെ കണ്ണിന്റെ മുമ്പിൽ കാണിക്കാൻ കാരണമായി എനിക്ക് ലഭിച്ച അവസരമാണ് ഈ പത്മോസ്. ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ ചിലരുടെ കഷ്ടതയെ ക്യാൻസൽ ചെയ്യുന്നു. ആത്മാവിൽ പിടിക്കാൻ വരുന്നവർ പിടിച്ചോ. ഐ ഡിക്ലെയർ, ഞാൻ ആത്മാവിൽ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. നീ അനുഭവിക്കുന്ന, ശരീരത്തിൽ അനുഭവിക്കുന്ന, നിന്റെ വീട്ടിൽ അനുഭവിക്കുന്ന, ജോലിയിൽ അനുഭവിക്കുന്ന വിരക്തികളുടെ അനുഭവങ്ങളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. കരമടിച്ചോ. We have to celebrate. ഇന്ന് എന്തൊക്കെയോ സംഭവിക്കാൻ പോവാടോ. പറഞ്ഞ എന്തൊക്കെയൊക്കെ സംഭവിക്കാൻ പോവാ. എനിക്കറിയാം എൻ്റെ വാക്കുകൾ പരിശുദ്ധാത്മാവ് ഇത്ര ശക്തിയോടെ ഉപയോഗിക്കുമ്പോൾ അന്ന് എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ഉറപ്പായിട്ടും സംഭവിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് പകല് ശക്തിയോടെ ഇടപെടും. നിങ്ങൾ അവോളം അതിനെ അംഗീകരിക്കാൻ, സ്വീകരിക്കാൻ ഒരാഗ്രഹം ഉണ്ടായാൽ മതി. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. ഞാനൊരു വാക്യത്തിനകത്തേക്ക് നിങ്ങളുടെ ചിന്തകളെ വേഗത്തിൽ കൊണ്ടുവരികയാണ്. മാർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം. ഞാൻ പറഞ്ഞല്ലോ, ലളിതമാക്കുകയാണ്. വെളിപ്പാടുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടൊന്ന് ലളിതമാക്കുക. മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 36-ാമത്തെ വാക്യം. 35-36 വായിക്കുകയാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകും. 35-36 വായിക്കുക. കർത്താവ് സഹായിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്ന്, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ നീ അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു.
പത്രോസും യാക്കോബും മതി. യേശു കാര്യമാക്കാത്ത ഒരു വാക്കും യേശുവിനെ പിൻപറ്റുന്നവർ നിങ്ങൾ കാര്യമാക്കരുത്. ആമേൻ. ഒന്ന് പറഞ്ഞാട്ടെ, യേശു കാര്യമാക്കാത്ത ഒരു വാക്കും നിങ്ങളും കാര്യമാക്കരുത്. ഒന്നുകൂടി പറഞ്ഞാൽ, ഹല്ലേലൂയ, മനുഷ്യന്റെ വാക്ക് കേൾക്കരുത്, യേശുവിൻ്റെ മാത്രമേ കേൾക്കാവുള്ളൂ. മനുഷ്യൻ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും, യേശു നിങ്ങളെ ധൈര്യപ്പെടുത്തും. ആമേൻ. മാർക്കോസ് എന്ന് പറയുന്ന മനുഷ്യൻ ജീവിതത്തിൽ എല്ലാം ഓക്കെ ആയുള്ള ഒരു മനുഷ്യനായിരുന്നില്ല. ആമേൻ. പലതും ഓക്കെ ആകാത്ത മനുഷ്യനായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. എന്നാലും കർത്താവിന് ഇഷ്ടമാണ്. ഹല്ലേലൂയ. നിന്റെ പ്രാപ്തിയല്ല, മറിച്ച് എൻ്റെ ഇഷ്ടമാണ് നിന്നിൽ നിറവേറേണ്ടത്. കമോൺ, എത്ര പേര്? ഹല്ലേലൂയ. പിന്നീട് അവസാനത്തേക്ക് എത്തുമ്പോൾ ബർന്നബാസിന് ശേഷമായിട്ട് പത്രോസിൻ്റെ ശിഷ്യനായിട്ട് കൂടുകയും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അവബോധത്തിനകത്ത് യേശുക്രിസ്തുവിനെ കൃത്യമായി ഒരു ജീവചരിത്രം എഴുതുവാൻ തനിക്ക് കർത്താവ് ഭാഗ്യം നൽകുവാനിടയായി തീർന്നു. ഞാൻ അതിലേക്ക് വരാം. കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഒന്നാം മിഷണറി യാത്രയിൽ നമുക്ക് കാണാൻ കഴിയുന്നു, ഹല്ലേലൂയ, ബർന്നബാസ് ഉണ്ട്, പൗലോസ് ഉണ്ട്, കൂടെ ആരുണ്ട്? മാർക്കോസും ഉണ്ട്. ഹല്ലേലൂയ. മാർക്കോസ് പോകാൻ ആഗ്രഹത്തോടെ വന്നു, മടി പറയാതെ ഇവർ കൂടെ കൊണ്ടുപോയി. പക്ഷേ പകുതി വെച്ച് ഇദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ ഇഷ്ടമില്ല. കാരണം ജീവിതത്തിലുണ്ടായ പ്രയാസമാകാം, കഷ്ടതയാകാം, വയറ് ഇളകിയതാകാം, വയറ്റുവേദനയാകാം, ഹല്ലേലൂയ, അന്തരീക്ഷങ്ങൾക്കകത്ത് ആ സാഹചര്യങ്ങൾക്കകത്ത് ഫുഡ് പിടിക്കാത്തതാണ്. എന്തോ ആ സുവിശേഷ വേലയിൽ തനിക്ക് ഇവരുടെ ഒപ്പം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. എന്താണ്? ബർന്നബാസിൻ്റെ ഉള്ളിലുള്ള ദൈവീയ ഇഷ്ടം പോലെ, ദൈവീയ പ്രാപ്തി പോലെ ശൗലിന് ഒറ്റപ്പെടലിൻ്റെ നടുവിലാണെങ്കിലും താനായിരുന്ന അറേബ്യൻ മരുഭൂമിയിലിരുന്ന് പ്രാപിച്ചെടുത്ത വെളിപ്പാടുകളും അഭിഷേകവും തൻ്റെ അകത്തും ഒരു കറതീർന്ന സുവിശേഷകനെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റിയിട്ടുണ്ട്. ഇവർ ഒരുമിച്ച് ചേരുമ്പോൾ ഹല്ലേലൂയ ഭയങ്കര ദൈവപ്രവൃത്തിയാണ്. അമ്മേ പറഞ്ഞ എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോൾ ഭയങ്കര ദൈവപ്രവൃത്തിയാണ്. ആമേൻ പറ. ഹല്ലേലൂയ. ഒറ്റയ്ക്കൊറ്റ നിൽക്കുന്നതിനേക്കാളും ഒരുമിച്ച് ചേരുമ്പോൾ ഭയങ്കര ദൈവപ്രവൃത്തിയാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കാൻ നേരത്ത് നിങ്ങളുടെ കഷ്ടതകളും ചിന്തകളുടെ കുഴപ്പങ്ങളും മാത്രം പ്രദർശിപ്പിക്കുന്നവരാണെങ്കിൽ എൻ്റെ അകത്ത് കഷ്ടതയുണ്ട്, ചിന്തകളുണ്ട്, പ്രയാസമുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് പലതും വെളിപ്പെടുത്താത്തില്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ കഷ്ടതകളെ നോക്കി മാറുമെന്ന് പറയുമ്പോൾ, നിങ്ങൾ എന്നെ നോക്കി പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ കഷ്ടത മാറി, ആ ചിന്ത മാറി, കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. കമോൺ. അതുകൊണ്ടാണ് വിശ്വാസികളുടെ കൂട്ടായ്മയ്ക്ക് പൗലോസ് ഒത്തിരി പ്രാധാന്യത കൽപ്പിച്ചുകൊണ്ട് ദൈവാശയത്തിൽ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു കണ്ണ്, ഒരു കാത്, ഒരു ചെവി, അതതിൻ്റെ പ്രവൃത്തി തികവോടെ ചെയ്യണമെങ്കിൽ ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമേ ആ ശരീരം യുക്തമായൊരു ദൈവപ്രാപ്തിയിലേക്ക് എത്തത്തുള്ളൂ. ആമേൻ. ഞാൻ ആത്മാവിൽ കാണുന്നു, മുണ്ടക്കയത്ത് ക്രിസ്തുവിൻ്റെ ശരീരം സ്വീകരിക്കുന്നില്ല. മുണ്ടക്കയത്ത് ക്രിസ്തുവിൻ്റെ ശരീരം യുക്തമായി വളർന്നു പൊങ്ങാൻ ഏതൊക്കെയോ സംസ്കാരത്തിനകത്തും മതഭാന്തിനകത്തും ഇന്നിരിക്കുന്ന അവയവങ്ങളെ ആത്മാവ് പിടിക്കാൻ കഴിയുന്ന രീതി. എൻ്റെ അകത്ത് നിറയുന്ന ഒരു ആശയമുണ്ട്. ഇന്ന് ചിലപ്പോൾ ഇവിടെ കണ്ണുണ്ടായിരിക്കാം, കാതുണ്ടായിരിക്കാം, കാലെവിടെയോ ആയിരിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ടായിരിക്കാം സുവിശേഷത്തിൻ്റെ വഴി തുറക്കാത്തത്. കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, നടക്കാൻ പറ്റാത്തത്. കമോൺ, യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരുവാൻ. ഹല്ലേലൂയ. മുണ്ടക്കയത്തിൻ്റെ അകത്തൊതുക്കപ്പെട്ട് കിടക്കുന്ന ചിലത് തുറന്നു വരാൻ യുക്തമായി യേശുക്രിസ്തുവിൻ ശരീരം അതിൻ്റെ വളർച്ചയിലേക്ക് ഉയർന്നു കയറാൻ കഴിയുന്ന രീതിയിൽ ദൈവത്തിൻ്റെ അഭിഷേകം അധികാരമായി ഈ അന്തരീക്ഷങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഈ മനുഷ്യൻ ഒരു പരാതി പറഞ്ഞ് ഇവരുടെ നടുവിൽ നിന്ന് തികവുള്ള സുവിശേഷകന്മാരായി അഭിഷേകം, അകത്ത് കിട്ടിയ ആശയം മാത്രം മുൻനിർത്തി ആ കഷ്ടതകളൊന്നും ഒരു പ്രയാസമായി കാണാതെ മുന്നോട്ടോടാൻ, എപ്പോഴും മുന്നോട്ടായാൻ താല്പര്യനായ ബർന്നബാസിനെയും പൗലോസിനെയും താണ്ടി നിൽക്കുന്ന ഈ മനുഷ്യൻ അവരെ വിട്ടുപിരിഞ്ഞ് മടങ്ങിപ്പോയി. ആമേൻ. ഹല്ലേലൂയ. ബർന്നബാസ് മടങ്ങിപ്പോയെങ്കിലും അവനെ ഉപേക്ഷിച്ചില്ല, അവനെ തിരിച്ചു പിടിച്ചു.
ഹല്ലേലൂയ. ആ യാത്രയിൽ അവനെ മടക്കി അയക്കാൻ വിട്ടെങ്കിലും അടുത്ത യാത്രയ്ക്ക് ആ ബർന്നബാസ് അവനെയും പൊക്കിയെടുത്തുകൊണ്ട് വന്നു. ഹല്ലേലൂയ. ഒരറ്റംപ്റ്റ് ഹല്ലേലൂയ പരാജയപ്പെട്ടെന്ന് പറഞ്ഞ് നീ എന്നും പരാജിതനാണെന്ന് തോന്നലേക്ക് വരണ്ട. ഇങ്ങനെ ഒരു സുവിശേഷം, മാർക്കോസിൻ്റെ സുവിശേഷം, ഒത്തിരി സുവിശേഷങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ 4 സുവിശേഷ ചരിത്രം മാത്രമേ ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഇങ്ങനെ ഒരു സുവിശേഷത്തിൻ്റെ എഴുത്തുകൾ ഈ മാർക്കോസിൻ്റെ അകത്ത് നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് ഇഷ്ടമുള്ളത് കൊണ്ട് ബർന്നബാസെ ശൗല് കൈപിടിച്ചില്ലെങ്കിലും, ഹല്ലേലൂയ, പൗലോസ് കൈപിടിച്ചില്ലെങ്കിലും അകത്ത് സ്നേഹമുള്ള നീ കൈപിടിച്ചാൽ ചിലത് ദൈവരാജ്യത്തിൻ്റെ ഭാഗമാവും. ദൂതിൻ്റെയൊക്കെ ആശയത്തെ കിട്ടുന്നവർ ആത്മാവിൽ ശ്രുതിക്കണം. ഹല്ലേലൂയ. ഇന്ന് പോകുന്ന വഴിക്ക് ഒരുത്തന് കൈ കൊടുത്താൽ മടി കാണിക്കരുത്. മുഖത്ത് നോക്കി ഒന്ന് നന്നായി ചിരിച്ചാൽ മതി. അവൻ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടും. ഞാൻ ആത്മാവിൽ എൻ്റെ അകത്ത് ധൈര്യപ്പെടുത്തുന്ന ഒരു ആത്മദൂതിനെ നിങ്ങളുടെ ഉള്ളത്തിനകത്തേക്ക് ആത്മാവിൽ എറിഞ്ഞിടുകയാണ്. ഇന്നലകളിൽ കൈപിടിച്ചിട്ട് അകന്നുപോയ ചിലത്, ഹല്ലേലൂയ, ഒന്നാം യാത്രകളിൽ, ഒന്നാം അറ്റംപ്റ്റുകളിൽ കൈവിട്ടു പോയത് ചിലതിനെ രണ്ടാം യാത്രയിൽ പ്രയോജനപ്പെടുത്താൻ ഒരു സെക്കൻഡ് ടച്ച് ദൈവം നിങ്ങൾക്ക് വേണ്ടി നൽകാൻ പോകുന്നു. ഹല്ലേലൂയ. ഒരു സെക്കൻഡ് ടച്ച് ഓഫ് ഹോളി അനോയിന്റിങ് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇടുന്നു. ഹല്ലേലൂയ. രണ്ടാമതായ ഒരു ഉണർവ് ഈ ചർച്ചിന് വേണ്ടി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപ്പെടട്ടെ. യെരൂശലേമിലെ സഭ ഒന്നാമത്തെ ചർച്ച്, ഹല്ലേലൂയ, ഒന്നാമത്തെ ആത്മ ഉണർവിന്റെ ഭാഗമാണ്. പക്ഷെ അന്ത്യോക്യ സഭ അതൊരു രണ്ടാം ടച്ചാണ്. ഹല്ലേലൂയ. ഒന്നാം സഭ പരിധി വെച്ചപ്പോൾ അന്ത്യോക്യ തുറന്നു വിട്ടു. ആമേൻ. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, എവിടെയൊക്കെ ഒതുങ്ങിപ്പോയ നിന്നെ ഒരു സെക്കൻഡ് ടച്ചിലൂടെ ദൈവാത്മാവ് ഉപയോഗിക്കാൻ പോകുന്നു. ആദ്യം തട്ടി ഉണർത്തിയ ഏലിയാവ് ഒരു മരത്തിന്റെ തണലിൽ മരണം ആഗ്രഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തട്ടി ഉണർത്തി പറയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്നൊരു അപ്പം നിനക്ക് തരിക, നിനക്കൊരു ദൂരയാത്രയുണ്ട്. നിന്റെ ജീവിതം അവസാനിക്കുകയല്ല. ഹല്ലേലൂയ. കണ്ണ് മങ്ങുമ്പോൾ, കാത് കേൾക്കാതാകുമ്പോൾ, ഹല്ലേലൂയ, ഈ പ്രായത്തിൻ്റെ ചുളിവുകൾ ശരീരത്തിനകത്ത് നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ എവിടെയൊക്കെയോ ഉൾസ്റ്റോപ്പെടേണ്ട സമയമായെന്ന് തോന്നിക്കൊണ്ടിരിക്കുമ്പോൾ വചനത്തിനകത്തൊരു അഭിഷേകത്തിൻ്റെ വാക്കുണ്ട്, നിന്നെ ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്ന. ഇത് രോഗസൗഖ്യം ഇന്ന് പകലിൽ നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിനൊരു കാരണമാകും. നിന്റെ കാലിൻ്റെ മേൽ, കൈയുടെ മേൽ, തലയുടെ മേൽ, കണ്ണിൻ്റെ മേൽ, ചെവിയുടെ മേൽ ആ അഭിഷേകം വ്യാപരിക്കുന്നു. ഇങ്ങനെ ഒരു സുവിശേഷത്തിലേക്ക് തൻ്റെ ചിന്തകളെ കൊണ്ടുവന്നത് അന്ന് ബർന്നബാസ് കൂടെ പിടിച്ചത് കൊണ്ടാണ്. മടങ്ങിപ്പോയപ്പോഴും ബർന്നബാസ് തൻ്റെ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട അപ്പോസ്തലനായ പത്രോസിൻ്റെ കയ്യിൽ ഈ മനുഷ്യനെ ഏൽപ്പിച്ചു. പിന്നീട് ചരിത്രത്തിനകത്ത് കാണുന്നൊരു സത്യം, പത്രോസിൻ്റെ അച്ചടക്കമുള്ള ഒരു ശിഷ്യനായി മാർക്കോസ് പുറത്തു വന്നു. റിസൾട്ട്, ഹല്ലേലൂയ, എത്തപ്പെടാത്ത സ്ഥലങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ജീനോളജി, ജീവചരിത്രത്തെ എഴുതാൻ ഈ മനുഷ്യനെ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. ഒറ്റ വാക്കിൽ ഈ പുസ്തകത്തെ വിളിച്ചെഴുതിയ, ഒറ്റ വാക്കിൽ ഈ പുസ്തകത്തെ, ഈ സുവിശേഷത്തെ എൻ്റെ ചിന്തകൾക്കകത്തോട് വിവരിച്ചാൽ അവൻ സ്നേഹിക്കുന്ന ദൈവമാണെന്ന് ഈ ജീവിതത്തിലൂടെ താൻ എഴുതി. ആമേൻ. ഹല്ലേലൂയ. സ്നേഹം മാത്രം അല്ലെന്ന് അവൻ പ്രവർത്തിക്കുന്നവനുമാണെന്ന് എഴുതി. 3 വാക്ക് എൻ്റെ അകത്ത് വെളിപ്പെടുന്നത്. അവൻ സ്നേഹിക്കുന്നവനാണ്, അവൻ സേവിക്കുന്നവനാണ്, അവൻ പ്രവർത്തിക്കുന്നവനാണ്. കമോൺ, യേശു സ്നേഹിക്കുന്നവനാണ്, അവൻ സേവിക്കുന്നവനാണ്, അവൻ പ്രവർത്തിക്കുന്നവനാണ്. ഇന്ന് പകല് കഷ്ടത അനുഭവിക്കുന്ന നിന്റെ മുമ്പിൽ അവൻ വെറുതെക്കാരനാകത്തില്ല. അവൻ സ്നേഹിക്കും, അവൻ നിന്നെ സേവിക്കും, അവൻ നിനക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കും.
സേവിക്കുക എന്ന വാക്കിന് അർത്ഥം രണ്ടുണ്ട്, അതിനെ രണ്ടായി കാണാതെ, ഹല്ലേലൂയ, ആരാധനയായി കാണാതെ ആത്മാവിൽ ചിന്തിക്കുക, വിശ്വാസത്തോടെ മനസ്സിലാക്കുക. നിന്റെ സാഹചര്യങ്ങൾക്കകത്ത് ഏറ്റവും നല്ലൊരു ഫെലോഷിപ്പ് എന്ന ആ വാക്കിന്റെ അർത്ഥം, അവൻ ഇറങ്ങി വരും. ആമേൻ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന കേൾക്കത്തക്ക ഒരു ആമേൻ പറഞ്ഞേ. പുസ്തകത്തിനകത്തേക്ക് വരികയാണ്. ഒരുപാട് അത്ഭുതങ്ങൾ കൊണ്ട് ഈ മനുഷ്യൻ ഈ പുസ്തകത്തെ അടുക്കി വെച്ചേക്കുക. ഹല്ലേലൂയ. ഇത് കേൾക്കാൻ ഭാഗ്യമുണ്ടായ, കാണാൻ ഭാഗ്യമുണ്ടായ ആ മനുഷ്യൻ എത്രത്തോളം ഭാഗ്യമുള്ളവനാണ്. കണ്ടവരിൽ നിന്ന് അതൊരു പ്രബോധനം പോലെ സ്വീകരിപ്പാൻ ഈ മനുഷ്യനുണ്ടായപ്പോൾ ദൈവം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു പേനയും കൂടെ കൊടുത്തു. ഇത് കേട്ടിട്ട് നീ എവിടെയോ പോയി ഒതുങ്ങിയിരിക്കാനല്ല, മറിച്ച് ഇത് എഴുതണം. ഇതിലൊക്കെ വരാൻ പറ്റുമെന്ന് അറിയത്തില്ല. എൻ്റെ അകത്ത് ഭയങ്കര ചിന്തകൾ ആത്മാവ് ഇടുകയാണ്. ചിലർക്ക് അങ്ങനെയാണ്, ഹല്ലേലൂയ. ചിലർക്ക് കണ്ടെഴുതാൻ ഭാഗ്യം കൊടുത്തു. ആമേൻ എന്ന് പറഞ്ഞേ. എഴുതുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ എഴുതി തുടങ്ങട്ടെ. ചിലർക്ക് യേശുവിൻ്റെ ജീവിതത്തെ കണ്ടെഴുതാൻ പറ്റും. ചിലർ കണ്ടവരെ കേൾക്കാൻ തുടങ്ങി. വെറുതെ കേട്ടല്ല, ഹല്ലേലൂയ. ആ പ്രബോധനമൊക്കെ ജീവനുള്ള പ്രബോധനങ്ങളായിരുന്നു. ആ പ്രബോധനത്തിനകത്ത് കണ്ടവർക്ക് എഴുതാൻ പറ്റാത്തപ്പോൾ കേട്ടവരെ കൊണ്ട് ദൈവം എഴുതിപ്പിച്ചു. ഹല്ലേലൂയ. അതിനേക്കാളും അത്ഭുതകരമായ ഒരു വാക്യ, കണ്ടവരുടെയും കേട്ടവരുടെയും കൂട്ടത്തിലില്ല. ഹല്ലേലൂയ. അന്ന് ഒരു വാളം പിടിച്ചുകൊണ്ടിരുന്നവൻ, ഹല്ലേലൂയ, പിന്നീട് അഭിഷേകത്തിലേക്ക് വന്നപ്പോൾ ആ സംഭവത്തെ കണ്ടവരും കേട്ടവരെക്കാൾ നന്നായി എഴുതിയ ഒരു പൗലോസിനെ കാണാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനൊറ്റ ഉത്തരവേ ഉള്ളൂ. അല്ല, എഴുതാൻ സഹായിക്കുന്നത് കണ്ടത് കൊണ്ടുമല്ല, കേട്ടത് കൊണ്ടല്ല, ആത്മാവ് കൊണ്ടാണ്. ഹല്ലേലൂയ. ആത്മാവുണ്ടെങ്കിൽ നിനക്കെല്ലാം സാധ്യമാണ്. അതുകൊണ്ടാണ് പ്രബോധനം ഇങ്ങനെ വെളിപ്പെട്ടിരിക്കുന്നത്. എൻ്റെ കൂടെ നിങ്ങൾ പറയാമെങ്കിൽ പറയുക, സൈന്യത്താലും അല്ല, കമോൺ, സൈന്യത്താലും അല്ല, ശക്തിയാലും അല്ല, അവൻ്റെ ആത്മാവിനാൽ തന്നെ. നിങ്ങൾക്ക് തണുപ്പുണ്ടോന്ന് അറിയത്തില്ല, എനിക്ക് നല്ല തണുപ്പാണ്. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് നല്ല തണുപ്പാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ അല്പം ലളിതമായി ഈ ആശയങ്ങൾക്കകത്തേക്ക് വരികയാണ്. 5-ാം അധ്യായം ഞാൻ ഇതിനു മുമ്പ് 2 തവണ നിങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്, ഇതേ ഭാഗങ്ങൾ തന്നെ. പക്ഷെ ഇന്ന് രാവിലെ എന്നോട് കർത്താവ് ഇതെടുക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ട് ആവർത്തനമാണെങ്കിലും ഞാൻ ഇതെടുത്ത് വെക്കുകയാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഉറപ്പായിട്ടും ദൈവം നിങ്ങളെ തൊടുമെന്ന് എനിക്കറിയാം. ആത്മാവ് നിങ്ങളെ തൊടുമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. കർത്താവ് നിങ്ങളെ ഈ വാക്യത്തിനകത്തേക്ക് കൊണ്ടുവരട്ടെ. ഒരു മിറക്കിൾ ചാപ്റ്ററാണ് നമ്മുടെ സഭയുടെ പേര് പോലെ. ദിസ് ഈസ് ദ മിറക്കിൾ ചാപ്റ്റർ. ഹല്ലേലൂയ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ചില ചാപ്റ്ററുകൾ നമ്മുടെ ലൈഫിൽ തുടങ്ങണമെന്ന്? ഹല്ലേലൂയ. തൊട്ട് മുമ്പിലും പിറകിലുമുള്ള അധ്യായങ്ങളെ പോലെ അല്ല ഈ അധ്യായം. ഇതൊരു മിറക്കിൾ ചാപ്റ്റർ അധ്യായം. മറ്റൊന്നും എഴുതാൻ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഈ അധ്യായത്തിനകത്ത് പേനയ്ക്ക് കഴിയത്തില്ല. കാരണം എന്നാണെന്നറിയാമോ? ഹല്ലേലൂയ. ഇത് ജീവനെ തിരിച്ചു പിടിക്കുന്ന അധ്യായമാണ്. മരണത്തിലേക്ക് നടന്നു തുടങ്ങുന്ന, ചിലത് മരിച്ചും ചിലത് മരണത്തിലേക്ക് നടന്നു തുടങ്ങുന്നവൻ്റെ മുമ്പിൽ യേശു നടന്നിറങ്ങുന്ന അധ്യായമാണിത്. ഹല്ലേലൂയ. മരിച്ചെന്ന് ചിന്തിച്ചു പോയ ചില വിഷയങ്ങളുടെ നടുവിൽ യേശു നടന്നിറങ്ങാൻ പോവുക. എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? എൻ്റെ ആശയങ്ങളെ കേൾക്കുന്നുണ്ട്, ഈ ദൂതിനെ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. മരിച്ചിരിക്കുന്നവന് വീട്ടിൽ, ഹല്ലേലൂയ, അവസാനത്തെ ഒരു പൊടിമണ്ണ് വാരിയിടാനല്ല യേശു പോയത്. നല്ല ഒരു ആശംസ പറഞ്ഞ്, ഹല്ലേലൂയ, ഒരു അനുമോദനം പറഞ്ഞിട്ട് മടങ്ങാൻ വേണ്ടി അല്ല യേശു പോയത്. യേശു പോയ വീട്ടിനകത്ത് മരണം ഓടി ഇറങ്ങിയതാണ് കാണാൻ. ഇന്നലെ രാത്രിയിൽ ഷാജൻ പാസ്റ്റർ, കോട്ടയത്തുള്ള ഷാജൻ പാസ്റ്റർ, ഹല്ലേലൂയ, എവിടെയോ ശുശ്രൂഷിച്ചു. രാത്രിയിൽ ഒരു ബോഡി എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു. മരിക്കുക, നിങ്ങൾ എത്ര പേരെൻ്റെ കൂടെ നിൽക്കുന്നില്ല, ഇത് ദൈവഹിതം അല്ലാതെ മരിച്ചതാണെങ്കിൽ എഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുടെ ഒരു ചിന്തയെ എൻ്റെ പെങ്ങടെ മോള് എന്നോട് സംസാരിക്കുക ഇന്നലെ വീട്ടിലിരുന്നുകൊണ്ട്. ആമേൻ. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ച ആളല്ലേ? ഞാൻ പറഞ്ഞു, അതെ, പ്രാർത്ഥിച്ച ആളാണ്. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ശരിയാണോ? ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ അത്ര പ്രസിദ്ധനല്ലാത്തതുകൊണ്ട് എൻ്റെ കാര്യം നിങ്ങൾ കേൾക്കാവുന്നതാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചതുപോലെ ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവർ മുമ്പിൽ വെളിപ്പെടുത്താതെ ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് നടക്കുമോ? നടക്കുകയല്ലേ? നടക്കുമോ?
അങ്ങനെ നടക്കുമോ? ദൈവം ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മൾ ഉയർത്തെഴുന്നേക്കുമോ? ഞാൻ പറഞ്ഞു, നമ്മുടെ എഴുന്നേൽപ്പ് തന്നെ ഉയർപ്പായിരുന്നു, നീ അതറിയാതെ പോയതാണ്. ഹല്ലേലൂയ. നമ്മൾ ഉയർത്തെഴുന്നേറ്റ കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ആകയാൽ നിങ്ങൾ ക്രിസ്തു യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടവരാണ്. ഞാൻ അല്പനിമിഷം കിട്ടിയപ്പോൾ അവളോട് സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്കെടുത്ത് കാണിച്ചു. അതിന് മുമ്പ് അവളോട് ഞാൻ പറഞ്ഞു, ലാസർ ദൈവം അല്ലായിരുന്നു, ലാസറിനെ ദൈവം ഉയർപ്പിച്ചു. ആമേൻ. യേശു ഉയർപ്പിച്ചു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-16 അധ്യായങ്ങൾക്കകത്ത് കിടക്കുന്ന ഒരു വാക്കെടുത്ത് പറഞ്ഞു. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തത്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തത്. എന്നോടൊപ്പം പറ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തത് ചെയ്യും. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തത് ചെയ്യും. യേശു പിതാവിൻ്റെ അടുക്കലേക്ക് പോയത് കൊണ്ട് യേശു ചെയ്തതിലും വലുത്, അധികം. എന്തിന്? ഹല്ലേലൂയ. യേശു ഒരു ഉദ്ഘാടനം ചെയ്തിട്ട് പോയതാണ്. ഉദ്ഘാടന ശുശ്രൂഷയ്ക്ക് ശേഷം മക്കൾക്ക് അധികാരം തന്നിരിക്കുകയാണ്. നിന്നെ കൊണ്ട് ചില വൻകാര്യങ്ങളുണ്ട്. മാർക്കോസിന്റെ ഒരു ചാപ്റ്ററിനകത്ത് ഒരു മിറക്കിൾ വെളിപ്പെട്ടെങ്കിൽ നിന്റെ ഹോൾ ലൈഫ് ഒരു മിറക്കിളായി മാറ്റാൻ, നിന്റെ തുടർന്നുള്ള നാളുകൾ മിറക്കിൾ ലൈഫാക്കി മാറ്റാൻ താല്പര്യമുള്ള ആഗ്രഹമുള്ളവരോട് പറയുന്നു, അതിനുവേണ്ടി ഒരുക്കത്തോടെ ഇറങ്ങി വന്ന ഒരു കാര്യസ്ഥൻ നിന്റെ അകത്തിരിപ്പുണ്ട്. കരമടിച്ച് by the name of God, by the power of God, glory. ഇന്ന് പകൽ ഞാൻ പറയുന്നു, നിന്റെ കരങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ കണ്ടിരിക്കും. ഹല്ലേലൂയ. കൈയൊന്ന് നോക്കി പറ, ഇത് ചില അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നലെ സണ്ണി പാസ്റ്റർ പറഞ്ഞ എത്ര പേര് ഹൃദയം തുറന്ന് കേട്ട് ഹല്ലേലൂയ. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ജനത്തിൻ്റെ മുമ്പിൽ മോശെ നീ കരയാൻ വിളിക്കപ്പെട്ടവനല്ല, മറിച്ച് ഹല്ലേലൂയ നിനക്ക് തന്ന ഒരു വടി എന്തിയേ, നിനക്ക് തന്ന ഒരു വടി എന്തിയേ, നീ ഉപേക്ഷിക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു വടി നിന്റെ കയ്യിൽ എവിടെയോ നീ സൂക്ഷിച്ചിട്ടുണ്ടല്ലോ, എടുക്ക്, ഉപയോഗിക്ക്. ഹല്ലേലൂയ. മോശയ്ക്കത് വടിയായി കിട്ടിയെങ്കിൽ നിങ്ങൾക്കത് നാവിലാ കിട്ടിയിരിക്കുന്നത്. അടക്കി വെക്കാതെ ആത്മാവിൽ നാവ് അധികാരത്തോടെ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്ന യേശുവിനെ വിശ്വസിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അവൻ്റെ നാവിൻ്റെ അപ്പുറം ചില മിറക്കിളുകളുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 3 വ്യക്തികൾ, മരണത്തിലേക്ക് കൂപ്പുകുത്തുന്ന 3 വ്യക്തികൾ. ഒരു മനുഷ്യൻ ഹല്ലേലൂയ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കല്ലറകൾ ഹല്ലേലൂയ ഭവനമാക്കി മാറ്റിയ ഒരു മനുഷ്യൻ, അശുദ്ധാത്മാവ് ബാധിച്ചൊരു മനുഷ്യൻ. ദുഷ്ടാത്മാവെന്ന് മലയാളത്തിൽ ചിലതിൽ വിവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിലും കൃത്യ ആശയം അശുദ്ധാത്മാവാണ്. അവൻ്റെ അകത്ത് അശുദ്ധാത്മാവ് കയറിയിരിക്കുന്നു. ഹല്ലേലൂയ. അവർ ഒന്നല്ല, ലെഗിയോൻ. അതിൻ്റെ അർത്ഥം ഞാൻ വിവരിക്കുന്നില്ല, നമുക്കറിയാം. എങ്കിലും ആ വാക്കിൻ്റെ അർത്ഥത്തിൻ്റെ ആശയത്തെ വിശദീകരിക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാണ്, ഒരാളല്ല പലരായി അവൻ്റെ അകത്ത് കൂടിയിരിക്കുന്നു. അല്ലെങ്കിൽ പലർക്കും അവനെ ഒതുക്കാൻ കഴിയുന്നില്ല. ഒതുക്കാൻ ശ്രമിച്ച കയറുൾപ്പെടെ പൊട്ടിപ്പോയി. പല ചങ്ങലകളും അവനെ ബന്ധിപ്പിച്ചത് പൊട്ടിപ്പോയി. ആരും നിയന്ത്രിക്കപ്പെടാൻ കഴിയാത്ത രീതിയിൽ അവനൊരു കല്ലറയ്ക്കകത്ത് അഭയം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം വായിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ ഈ അധ്യായത്തിനകത്ത് തുടർന്ന് വരുന്നത്, അവനെ തേടി ഗദരദേശത്തേക്ക് യേശു പുറപ്പെട്ടു. ആമേൻ. ഹല്ലേലൂയ. പുറപ്പെട്ട നിമിഷം മുതൽ ഒതുങ്ങാത്തവനോ ഒതുങ്ങാൻ തുടങ്ങുകയാണ്. ഞാൻ ആത്മാവിൽ പറയുന്ന മുണ്ടക്കയത്തിന് ഹല്ലേലൂയ ഗദരദേശം എന്ന വാക്കിന് വിവർത്തനം പോയാൽ ദെക്കപ്പോലിത്തെ എന്നാണ്. ദെക്കപ്പോലിത്തെ എന്ന് പറയുന്നത് 10 പട്ടണമാണ്, 10 നഗരങ്ങളാണ്. 10 നഗരങ്ങൾ ജാതീയ നഗരങ്ങളാണ്. യഹൂദന്മാർ ഒരിക്കലും പന്നികളെ മേയ്ക്കാറോ പന്നികളെ വളർത്താറോ ഇല്ല. പന്നികളുടെ കൂട്ടത്തിൽ അവർ കൂടാറുമില്ല. പക്ഷേ പന്നികളെ വളർത്തുന്ന ജാതി കോട്ടയ്ക്കകത്തേക്ക് യേശു ഒരു മനുഷ്യനെ തേടി ഇറങ്ങി വന്നപ്പോൾ ആ 10 പട്ടണങ്ങൾക്ക് ആ മനുഷ്യൻ അനുഗ്രഹമായി മാറാൻ യേശു കർത്താവ് ചിലരെ തേടി ഇറങ്ങാൻ പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് യേശു കർത്താവ് പോകത്തില്ല, പകരം നീയാണ് പോകേണ്ടത്. നിന്നെയാണ് കർത്താവ് അയക്കുന്നത്. എനിക്ക് വേണ്ടി പോകും, അയക്കപ്പെടും. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ ചിന്ത നിന്റെ അകത്തുണ്ടെങ്കിൽ അതേ അധികാരത്തോടെ ചില ഭൂതങ്ങളെ പൊട്ടിക്കാൻ ദൈവം നിന്നെ ഉപയോഗിക്കാൻ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗിഫ്റ്റുകൾ നിന്റെ തലയ്ക്ക് മീതെ ദൈവം ഇടട്ടെ.
പല ചങ്ങലകൾ കൊണ്ട് ഒതുക്കാൻ പറ്റാത്ത മനുഷ്യൻ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടായപ്പോഴേ യേശുവിൻ്റെ പാദപീഠത്തിൽ വീണു. ആമേൻ. മനുഷ്യർ അനുകൂലമായിരുന്നില്ല. സമയത്തിന്റെ പോക്ക് ഭയങ്കര സ്പീഡിലാണ്. മനുഷ്യർ അനുകൂലമായിരുന്നില്ല. മനുഷ്യർ യേശുവിനെ ഓടിച്ചു ആ ദേശത്തു നിന്ന്. പക്ഷേ ആ മനുഷ്യനെ ദൈവം അവിടെ നിർത്തിയേച്ചു പോന്നു. ആമേൻ, ഹല്ലേലൂയ. അവിടെ കൃത്യം പുതിയ നിയമത്തിൻ്റെ ആശയം വെളിപ്പെടുകയാണ്. മോനെ, എൻ്റെ കൂടെ നീ പടകിൽ കയറണ്ട. ഇന്ന് നീ ആ ഭൂതത്തിൽ നിന്ന്, ആ ശുദ്ധാത്മാവിൽ സൗഖ്യമായെങ്കിൽ ഒരു മെൻഡർ ഇപ്പം തൽക്കാലം ആർക്കും വേണ്ട. എൻ്റെ ആത്മാവ് നിൻ്റെ കൂടെയുണ്ട്. നീ 10 പട്ടണങ്ങൾക്ക് ഒരു സുവിശേഷകനാകാൻ പോവുക. 10 എന്നൊരു സംഖ്യ വരുന്നത് കൊണ്ട് ഹല്ലേലൂയ വെളിപ്പാടാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. എങ്കിലും നിഷ്കളങ്ക മനസ്സോടെ ഞാൻ ആത്മാവിൽ ഏറ്റവും അടുത്ത 10 ഹല്ലേലൂയ ഗ്രാമപ്രദേശങ്ങൾക്കകത്തേക്ക് ഈ ദൈവശക്തി പറന്നിറങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. കഷ്ടത അനുഭവിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ സുവിശേഷവുമായി ദൈവം നിന്നെ അയക്കാൻ പോവുക. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. വചന വെളിപ്പാടാണ്. ഞാൻ പ്രവചിക്കുകയാണ് നിങ്ങളെ നോക്കി. ഹല്ലേലൂയ. നിങ്ങൾ പോകുന്ന ഇടത്ത് യേശു ചെയ്ത അതേ പ്രവൃത്തി സംഭവിക്കാൻ പോവുക. കമോൺ, ഇനി മടി കാണിക്കരുത്. ഹല്ലേലൂയ, മടി കാണിക്കരുത്. സൗഖ്യം അവരിൽ വരുമെന്ന് കൈ ഉയർത്തി ആത്മാവിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്റെ കരങ്ങൾക്കൊരു ധൈര്യം ഇപ്പോൾ ഇവിടെ വെച്ച് അത് ലഭിക്കുകയാണ്. ആ ധൈര്യത്തോടെ നീ ചെന്ന് കൈവച്ചാൽ അവർക്ക് സൗഖ്യമാകും. നീ തന്നെ വണ്ടറായി പോകുന്ന, ചിന്തിച്ചാൽ ഉത്തരം കിട്ടാൻ പറ്റാത്ത രീതിയിൽ ചില വിടുതലുകളുണ്ട്. ആമേൻ. രായിച്ചാനോട് ചോദിച്ചാൽ, സജിനാനോട് ചോദിച്ചാൽ, അവരുടെ വീട്ടിൽ വെറുതെ ഒരു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി ഓടിക്കേറിയ ചരിത്രം ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത 3 മാസത്തിന് ശേഷം ഹല്ലേലൂയ അടഞ്ഞുപോയി അവളുടെ ഉദരത്തെ തുറന്നൊരു മീറ്റിംഗ് ആയിരുന്നത്. ഞാൻ അവരെ ഇരുത്തിക്കൊണ്ടാണ് പറയുന്നത്. ഹല്ലേലൂയ. ആ കുഞ്ഞിന്ന് പുറത്തു വന്നില്ലേ? ആത്മാവിൽ ഞാൻ പറയുന്നു. ഹല്ലേലൂയ. കുടുംബങ്ങൾക്കകത്ത് കയറിയ ശാപക്കെട്ടുകളെയും രോഗശക്തികളെയും പൊളിക്കാനുള്ള അഭിഷേകം നിന്റെ കരത്തിനകത്ത് കർത്താവ് തന്നിട്ടുണ്ട്. ഇങ്ങനെയൊന്നും അല്ല പോകണ്ട കേട്ടോ. ആമേൻ. നിങ്ങൾ പരിമിതപ്പെടുത്തുക. അടുത്ത കാണുന്ന ഒരു വ്യക്തിയാണ് യായിറോസിന്റെ മകൾ. ഇതാണ് എൻ്റെ വിഷയം. ആ വീട്ടിനകത്ത് ഉണ്ടായ ഒരു പ്രയാസത്തെ ദൈവം തേടി ഇറങ്ങുന്നതാണ്. ഞാൻ ആ വിഷയം അങ്ങനെ തന്നെ അവതരിപ്പിക്കുവാൻ ഒരു 5-6 മിനിറ്റ് കൊണ്ട് ആ ഹോൾ മെസ്സേജ് പറയാം. ഹല്ലേലൂയ. ഇത്ര സ്പീഡ് എൻ്റെ വാക്കുകൾക്കുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. പക്ഷെ അതിനിടയിൽ ഒരു വിടുതൽ, അത് രക്തസ്രാവക്കാരിയാണ്. ഹല്ലേലൂയ. പുറത്തു പറയാൻ പറ്റാത്തൊരു രോഗവുമായിട്ട് ഹല്ലേലൂയ വീടിനകത്ത് ഒതുങ്ങിക്കൂടിയ ഒരു വ്യക്തി. ആമേൻ, ഹല്ലേലൂയ. അവളുടെ ശരീരം ജീർണിച്ച് അവസാനം മരണത്തിലേക്ക് പോകുമെന്ന് പറയുന്ന രീതിയിലേക്ക് രക്തം ഒഴുകിപ്പോകുന്ന ഒരു രോഗം. ആമേൻ, ഹല്ലേലൂയ. ആ രോഗം മാത്രമല്ല അവളുടെ പ്രയാസം. അവൾ കൂടി നിൽക്കുന്ന യഹൂദ സമൂഹം ഇട്ടിരിക്കുന്ന ഏറ്റവും വലിയ നിയമങ്ങളിൽ ഒന്നായി ഹല്ലേലൂയ അവൾ തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നു. അംഗീകരിക്കപ്പെടാൻ കഴിയാത്തൊരു രോഗമായി മാറുന്നു. ആരാധനയ്ക്ക് പോകാനോ ദേവാലയത്തിലേക്ക് ചെല്ലാനോ പുരോഹിതനെ കാണോ കൂട്ടുകാരോ നാട്ടുകാരോ വീട്ടുകാരോ കുടുംബക്കാരോ മക്കളെയോ ഭർത്താവിനെയോ വീട്ടിലുള്ള ഒന്നിനെയും തൊടാൻ കഴിയാത്ത ഒരു നിലവാരത്തിനകത്തേക്ക് നിയമം അവളെ കുരുക്കുമ്പോൾ അവളെ തേടി ഒരു നിയമം ഇറങ്ങി വന്നു. ആ നിയമത്തിൻ്റെ പേരാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ യേശു കർത്താവ്. ആമേൻ, ഹല്ലേലൂയ. അനന്തരം നമ്മൾ ആ വീട്ടിൽ കാണുന്ന സന്തോഷത്തെ നമുക്കിവിടെ കാണാൻ പറ്റും. ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. അവളുടെ ശരീരത്തിൽ 12 വർഷങ്ങൾ കൊണ്ട് ഉണ്ടായ രോഗത്തെ അവൾ എടുത്തു വെച്ച യേശുവിനെ തൊടാൻ കാണിച്ച ഒറ്റ അറ്റംപ്റ്റ്, അവളിലുണ്ടായ ഒറ്റ വിശ്വാസം പൂർണ്ണ സൗഖ്യത്തിന് കാരണമായി തീർന്നു. ഞാൻ ആ 2 വിഷയത്തെ മാറ്റിവെച്ചിട്ട് യായിറോസിൻ്റെ വിഷയത്തിനകത്തേക്ക് വരികയാണ്. യേശു ഗദരദേശം വിട്ട് ഇക്കരയ്ക്ക് ഇറങ്ങുകയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ആ ദേശത്തിലെ വീട്ടുകാരും നാട്ടുകാരും അവർക്ക് ഉണ്ടായ നഷ്ടം, പന്നിക്കൂട്ടങ്ങളുടെ നഷ്ടം വലിയ ഒരു പ്രയാസമായതുകൊണ്ട് യേശുവിനെ അവിടെ നിർത്താതെ അവരെ പെട്ടെന്ന് തന്നെ ഇക്കരയ്ക്ക് വിട്ടു. ആമേൻ. ഇക്കരെ ഇറങ്ങുമ്പോൾ യേശുവിനെ പ്രതീക്ഷിക്കുന്ന ഒരു ജനമുണ്ട്. ഒരു സ്ഥലത്ത് നീ തിരസ്കരിക്കപ്പെട്ടാൽ അടുത്ത സ്ഥലത്ത് വലിയ ദൈവം ഒത്തിരി പേരെ കൊണ്ട് സ്വീകരിച്ചിരിക്കും.
ഹല്ലേലൂയ. നീ സുവിശേഷീകരണത്തിന് പോയി, ഒരു വീട്ടിൽ നിന്ന് കഞ്ഞിവെള്ളം കോരി തലയിൽ ഒഴിച്ചാലും പേടിക്കേണ്ടെന്ന് അടുത്ത വീട്ടിൽ ഹല്ലേലൂയ നിന്നെ സുഗന്ധ തൈലം കൊണ്ട് സ്വീകരിക്കാൻ ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. റിജക്ഷൻ ഒരു വാതിലായി കണ്ടാൽ ഹല്ലേലൂയ വലുത് ചിലത് തുറന്നു വരും. എനിക്കറിയത്തില്ല എന്നെക്കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നെന്ന്. ഞാൻ ആത്മാവിൽ പറയാം, റിജക്ഷൻ അനുഭവിക്കപ്പെട്ട ആൾക്കാരുണ്ടോ? ദൈവം വലുതൊന്ന് ഒതുക്കി വെച്ചിട്ടാ. തിരസ്കരണങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, സ്വീകരണങ്ങൾ പൂച്ചെണ്ടുകൾ നിന്റെ പുറകിലുണ്ട്. ഹല്ലേലൂയ. ഒരു സ്ഥലത്തേക്ക് ഒതുക്കി മാറ്റിയെങ്കിൽ നീ പേടിക്കേണ്ടെന്ന്. ദൈവം അത്ഭുതങ്ങളും അടയാളം കൊണ്ട് ദൈവം നിങ്ങളെ നന്നാക്കി അനുഗ്രഹിച്ചിരിക്കും. ഹല്ലേലൂയ. ചിലയിടത്ത് എറിഞ്ഞ് ഉടയ്ക്കുന്ന രീതിയിൽ പത്രോസിൻ്റെ ശരീരത്തിനകത്ത് തുരുതുര തേടി വന്ന കല്ലുകൾ മരണമെന്ന് ചിന്തിക്കുമാർ തന്നെ കുഴിച്ചു മൂടുന്ന രീതിയിലേക്ക് വന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അടുത്ത പട്ടണങ്ങളിൽ ജനത്തെ ഇളക്കുന്ന സുപ്രസിദ്ധ സുവിശേഷ പ്രസംഗകനാക്കി ദൈവം അദ്ദേഹത്തെ മാറ്റിയത് ഹല്ലേലൂയ സ്വീകരിപ്പാൻ ചിലതുള്ളത് കൊണ്ടാണ്. വചനം പറയുന്നു, ഒരാൾ നിന്നെ തിരസ്കരിച്ചാൽ ഭാരപ്പെടേണ്ട, കാലിൻ്റെ അടിയിൽ പറ്റിയ മണ്ണ് തട്ടിക്കളഞ്ഞിട്ട് ഇഞ്ഞ് പോന്നു, അടുത്തത് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആമേൻ. ഇതൊക്കെ ആരോടാണോ ഞാൻ പറയുന്നത്? ആരൊക്കെയോ തിരസ്കരിച്ചു, ആരൊക്കെയോ വേണ്ടെന്ന് പറഞ്ഞു, ആരൊക്കെയോ വരാതിരുന്നു. അവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഏതോ ഒക്കെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ എന്നോട് കർത്താവ് ശക്തിയോടെ പെടുന്നു. ഹല്ലേലൂയ. യഥാർത്ഥമായത് തുറന്നു വരാനുള്ളതേ ഉള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ബോറടിക്കത്തില്ലെങ്കിൽ ഒരു കാര്യം പറയാം. എൻ്റെ ചെറിയ സമയത്തെ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓർക്ക് ഇപ്പം ഇങ്ങനെയാണെങ്കിൽ പ്രായം ചെല്ലുമ്പോൾ എങ്ങനെ ഇരിക്കും? ആ ചിന്തകൾ പൊട്ടിച്ച് പ്രായം ചെല്ലുന്ന ഒരു സൗന്ദര്യം ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഹല്ലേലൂയ. സന്തോഷത്തോടെ നിങ്ങൾക്ക് തന്നെ അറിയാം. ഹല്ലേലൂയ. ഞാൻ വന്നതുപോലെയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്? അല്ല. ഹല്ലേലൂയ. അത് നിങ്ങൾ അല്ലെങ്കിൽ ആ ഫോട്ടോ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാൻ വന്ന കാലഘട്ടം പോലെയാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. ദൈവം മാറ്റിയില്ലേ? ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ലെന്ന്. വചനം പ്രവേശിച്ചാൽ ചിലരൊക്കെ ഇരുന്ന് ഉറങ്ങും. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഹല്ലേലൂയ. ചിലരെയൊക്കെ ദൈവം ഹല്ലേലൂയ പ്രായം ചെല്ലുന്നതനുസരിച്ച് ചള്ളായിക്കൊണ്ടിരിക്കുകയല്ല, മറിച്ച് നിന്റെ സൗന്ദര്യം വർദ്ധിക്കുമെന്ന്. ഹല്ലേലൂയ. കഴുകൻ്റെ ഒരു ഉദാഹരണം നമുക്കറിയാം. ഹല്ലേലൂയ. പ്രായം ചെല്ലുമ്പോൾ അവൻ ഒളിച്ചിട്ട് അവൻ പുറത്ത് വരുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ അന്ന് കൂടെ ഓടിയ പക്ഷികളെ പോലെ അല്ല, ഉയരത്തിൽ പറക്കാനും ഹല്ലേലൂയ ഉയർന്ന് പറക്കാനുമുള്ള ഒരു അധികാര അഭിഷേകവും കരുത്തായിട്ട് അവൻ്റെ ആരോഗ്യത്തിൻ്റെ മേൽ പ്രവേശിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്ക് ഇപ്പോഴും ആവർത്തിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളും അത് ഏറ്റു പറയുക. നിന്റെ ആരോഗ്യത്തിൻ്റെ മേൽ അഭിഷേകം വ്യാപരിക്കുന്ന നിമിഷങ്ങൾക്കകത്ത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇന്ന് പകല്. ഹല്ലേലൂയ. ഞാൻ അതിനകത്ത് വിശദീകരിക്കുന്നു. നിന്റെ ശരീരത്തിനകത്ത് അഭിഷേകം വ്യാപരിച്ചാൽ അത് ആരോഗ്യത്തിൻ്റെ മേൽ വ്യാപരിക്കും. ചിലർ പരിമിതിയിടും. ഹല്ലേലൂയ. എൻ്റെ ശുശ്രൂഷകൾക്ക് മാത്രം ഈ അഭിഷേകം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ അതിനെ തിരുത്തുന്നു. ഹല്ലേലൂയ. നിന്റെ അകത്ത് വീണ അഭിഷേകം നിന്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കും. എന്നെ ഏറെ കയറ്റുമെന്ന് അറിയില്ല, എങ്കിലും ഞാൻ ആത്മാവിൽ പറയുക, നിന്റെ അകത്ത് വന്ന അഭിഷേകം നിന്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിച്ചിരിക്കും. നിന്റെ അകത്ത് വന്ന അഭിഷേകം നിന്റെ ശുശ്രൂഷയെ മാന്യമുള്ളതാക്കിയിരിക്കും. നിന്റെ അകത്ത് വന്ന അഭിഷേകം നിന്റെ പ്രകൃതിക്ക് മാറ്റിയിരിക്കും. നിന്റെ അകത്ത് വന്ന അഭിഷേകം നിന്റെ സമ്പത്തിനെ ഉയർത്തിയിരിക്കും. നിന്റെ അകത്ത് വന്ന അഭിഷേകം നിന്റെ ആത്മാവിൽ മാന്യതകൾ നൽകിയിരിക്കും. അല്ലേ? ഒന്നും കൊള്ളാത്തവനെന്ന് ഹല്ലേലൂയ എട്ടാമനായതുകൊണ്ട് ഒന്നും കൊള്ളാത്തവനെന്ന് പറഞ്ഞ് വനാന്തരത്തിൽ ഒതുക്കിയവൻ അകത്ത് വന്ന അഭിഷേകം കൊണ്ട് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഓടിക്കേറിയപ്പോൾ അവൻ്റെ നിറം മാറി, അവൻ്റെ ക്വാളിറ്റി മാറി, ഡ്രസ് കോഡ് മാറി, ഹല്ലേലൂയ നടക്കുന്ന രീതി മാറി. കരമടിച്ച് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ പിടിക്കാൻ പറ്റുന്നവരെങ്കിൽ ഹൃദയം തുറന്ന്, വാ തുറന്ന്, ചെവി തുറന്ന് പിടിച്ചോണം. നിന്റെ സമ്പത്തിനെ ദൈവം ചേഞ്ച് ചെയ്യാൻ പോവാം. നിന്റെ ലൈഫിനെ പിടിക്കുന്നില്ല, ആത്മാവിന് പിടിച്ചോണം. ഹല്ലേലൂയ. നിന്റെ ലൈഫിനെ മറ്റൊരു ദിശയിലേക്ക് ദൈവ അഭിഷേകത്തോടെ എടുത്തുയർത്താൻ പോകുകയാണ്. ആമേൻ. ഹല്ലേലൂയ.
ഒരുപാട് പേര് കാഴ്ചക്കാരായിരിക്കുമ്പോൾ അകത്ത് ഭാരമുള്ള യായിറോസ് പള്ളിപ്രമാണിയാണ്. കപ്പിയാരെ പോലെ ഒത്തിരി പ്രാധാന്യതയുണ്ട്. ആ കൂട്ടത്തിലുള്ള വിശ്വാസ സമൂഹങ്ങളും നിൽപ്പുണ്ട്. അവരുടെ മുമ്പിൽ നിന്ന് എങ്ങനെയാണ് യേശുവിൻ്റെ കാൽക്കൽ, ഞാൻ ആ പള്ളിയിലെ ഏറ്റവും വലിയ പ്രമാണിയല്ലേ, എങ്ങനെയാണ് നിൽക്കുന്നത്? പക്ഷേ ആവശ്യബോധം, ആഗ്രഹം, കുഞ്ഞിൻ്റെ മരണമല്ല എനിക്ക് കാണേണ്ടത്, ഇവൻ എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കും എന്നുള്ള ആഗ്രഹത്തോടെ എല്ലാവരും കാഴ്ചക്കാരാകുമ്പോൾ ഈ മനുഷ്യൻ ഓടി യേശുവിൻ്റെ കാൽക്കൽ വീണു. ഒറ്റ വാക്ക്, എൻ്റെ കുഞ്ഞും അത്യാസന്ന നിലയിലിരിക്കുന്നു, നീ വന്നാൽ അവൾ സൗഖ്യമാക്കും. ആമേൻ. സാഹചര്യം യേശുവിൻ്റെ ഫിസിക്കൽ പ്രസൻസ് ആണ് ആവശ്യപ്പെടുന്നത്. ഇന്ന് പകൽ ഇത് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ, ഫിസിക്കൽ പ്രസൻസിൻ്റെ ആവശ്യമില്ല, അവൻ ഓൾറെഡി നിങ്ങളുടെ അകത്തുണ്ട്. അതുകൊണ്ട് ദൂത് സ്വീകരിക്കുമ്പോൾ ഈ ഒരു ആക്റ്റിൽ കേട്ടോണം. ഹല്ലേലൂയ, വിശ്വാസത്തോടെ സ്വീകരിക്കുക. യേശു യായിറോസിന്റെ വീട്ടിലേക്ക് നടന്നു തുടങ്ങുമ്പോഴാണ് രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിൻ്റെ വർത്താനം കേട്ട് സൗഖ്യമാകാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾ പരിമിതപ്പെടുത്ത്, എൻ്റെ വാക്കുകളെ ഏറ്റവും വേഗത്തിൽ ഓടിക്കുകയാണ്. വിഷയം എനിക്ക് വിശദീകരിക്കുന്നുണ്ട്, പറ്റത്തില്ല എങ്കിലും ഞാൻ അടുത്തു വരാം. ആമേൻ. യേശു ഒന്നുകൂടി പറഞ്ഞാൽ യായിറോസിന്റെ വീടിൻ്റെ അടുക്കിലെത്തി. അപ്പോൾ വീട്ടിൽ നിന്നൊരു ഭൃത്യൻ അല്ലെങ്കിൽ തൻ്റെ ഒരു സഹവിശ്വാസി ഓടി വന്ന ഒറ്റ വാക്ക്, യായിറോസിന്റെ അകത്ത് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്ന് എൻ്റെ കൊച്ച് കമോൺ, ഇന്ന് എൻ്റെ കൊച്ച് അടുത്ത 10 മിനിറ്റ് അകത്ത് നിർത്താം, എൻ്റെ കൂടെ വാ, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ. ആമേൻ. ഹല്ലേലൂയ. ഈ അവസരത്തിൽ എനിക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വരത്തില്ല. യേശു എൻ്റെ കൊച്ചിനെ സൗഖ്യമാക്കും. ആമേൻ. ഹല്ലേലൂയ. വാക്കോളം തൊണ്ടയോളം നിറച്ചു വെച്ച ഒരു വിശ്വാസവുമായി ഈ മനുഷ്യൻ ഓടിക്കേറി വരുമ്പോൾ, ഹല്ലേലൂയ, യേശുവിനെ കൊണ്ട് ഓടിക്കേറി വരുമ്പോൾ ഓടി വന്നിട്ട് പറയാം, ഇനി വേണ്ട, അസഖ്യപ്പെടുത്തണ്ട, യേശു എങ്ങോട്ടോ ഇറങ്ങി വന്നതാണ്, അങ്ങോട്ട് വിട്ടേര്. കൊച്ചു മരിച്ചുപോയി. കൊച്ച് മരിച്ചുപോയി. ഇതുവഴിയാ പോയെന്നറിയത്തില്ല, ഉള്ള വിശ്വാസം എങ്ങോട്ടോ എങ്കിൽ. ഹല്ലേലൂയ. ആ ഭൃത്യന്റെ വാക്ക് ഈ മനുഷ്യന്റെ അകത്ത് ഒരു വലിയ അവിശ്വാസത്തിന്റെ കോട്ട വിതയ്ക്കുമ്പോൾ യേശു പറയാം, മോനെ, ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നത്, ഹല്ലേലൂയ, നിന്റെ അകം മുഴുവൻ കയ്പ് കയറിയാലും എനിക്ക് അതിനകത്ത് ഒരു പ്രയാസവും ഇല്ല, മറിച്ച് നിന്റെ ചിന്തകളെ മുഴുവനായി തിരിക്കുന്ന ഒരു ദൈവ അത്ഭുതം നിന്റെ കുഞ്ഞിൻ്റെ മേൽ സംഭവിക്കാൻ പോവുകയാണ്. ആത്മാവിൽ ഒരു തലമുറയുടെ ജനനമാണ് ആ ശുശ്രൂഷ. യായിറോസ് പറയുന്നു, കുഞ്ഞു മരിച്ചുപോയി. യായിറോസിന്റെ ചിന്ത ഒപ്പിട്ടതുപോലെ ഒരു ഭൃത്യനും പറഞ്ഞു, അതെ, തീർന്നു കഴിഞ്ഞിരിക്കുന്നു. യേശു പറയുന്നു, ഇല്ല, നിന്റെ വീടിനകത്ത് ഇനിയും ഒരു സാധ്യതയുണ്ട്, നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇനിയും ഒരു സാധ്യതയുണ്ട്. ഹല്ലേലൂയ. കം ഓൺ, ലിഫ്റ്റ് യുവർ ഹാൻഡ്സ്. നീ അതിനെ ആത്മാവിൽ സ്വീകരിക്കുക. അടുത്തിരിക്കുന്ന ആളോട് പറ, തീരുകയല്ല, നിന്റെ ഭാവിയിലേക്ക് നീ നടക്കുകയാ. അവസാനിക്കുകയല്ല, നിന്റെ ജീവിതത്തിലേക്ക് നീ ഉയരുകയാണ്. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ യാത്രയിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു പ്രയാസം, എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ ഒരാൾ നല്ല കൈവിട്ടു. പക്ഷേ ഹല്ലേലൂയ, കർത്താവ് കൃത്യമായിട്ട് ആളെ അപ്പോയിന്റ് ചെയ്തു. ആമേൻ. ഹല്ലേലൂയ. മനുഷ്യനല്ല. ഞാൻ അവർക്ക് എഴുതിയ മെസ്സേജ് ഒരു കണ്ണുനീരിൻ്റെ ഇമോജിയൊക്കെ ഇട്ടിട്ട് എന്നോട് പറഞ്ഞു, സോറി പാസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഐ ഡോണ്ട് ബിലീവ് ഇൻ മാൻ. ഞാൻ മനുഷ്യനിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ മാറിപ്പോകും, ദൈവം നിലനിർത്തും നിന്നെ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച ചില നിമിഷങ്ങൾ കർത്താവിനെ സ്തുതിക്ക്. ഹല്ലേലൂയ. ഒരു ജനറേഷൻ പുറത്തു വരട്ടെ. പിടിച്ചു നിർത്തുന്നത് പോലെ ഞാനിത് നിർത്തുകയാണ്. മരണം അവസാനമെന്ന് എഴുതിയ സമൂഹത്തിന് നടക്കും. മരണത്തിൻ്റെ അവസാനത്തിനപ്പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു അധ്യായമാണ് 5-ാം അധ്യായം. ദിസ് ഈസ് ദ മിറക്കിൾ ചാപ്റ്റർ. ഇത് നിന്റെ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണ്. തലയിലൊന്ന് കൈവച്ച് പറ, ദൈവത്താൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനായതുകൊണ്ട് നിന്റെ ലൈഫിനകത്ത് മിറക്കിൾ ചാപ്റ്ററുകളുണ്ട്. മിറക്കിൾ ചാപ്റ്റർ. ഇന്ന് വരെ ഒരു അത്ഭുതകരമായ മിറക്കിളുകൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ നീ ഇപ്പോൾ നിലനിൽക്കുന്നത് മിറക്കിൾ ഹാർവസ്റ്റിനകത്താണ്. ദ ഹാർവസ്റ്റ്, ദ മിറക്കിളിൻ്റെ ഹാർവസ്റ്റ് എന്ന് ദൈവം പ്രോമിസ് നൽകിയ ചർച്ചിനകത്തായി. ആ പ്രോമിസ് ഞാനൊരു അഭിഷക്തനായി നിങ്ങളിലേക്ക് ആത്മാവിലെറിയുന്നു. നിന്നിലും ആ മിറക്കിൾ ചാപ്റ്ററുകൾ ഈ ദർശനത്താൽ തുറന്നു വരട്ടെ. നിന്റെ യാത്രകൾ മിറക്കിളാകാൻ പോകുക. നിന്റെ ജോലി, എന്നോടൊപ്പം നിന്റെ ജോലി മിറക്കിളാകാൻ പോകുക.
നിൻ്റെ ബിസിനസ് മിറക്കിലാകാൻ പോകുകയാണ്. നിൻ്റെ സംരംഭങ്ങൾ, പഠനങ്ങൾ, ബന്ധങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിദേശങ്ങൾ തുറന്നു വരട്ടെ. യേശു കടലിനക്കരയ്ക്ക് ഇക്കരും പോയെന്നാണ്. പിടിക്കട, അക്കരയ്ക്ക് പോകണം, വിടും, ദൈവം അയക്കും. ദൈവം അത്ഭുതങ്ങളെ കൊണ്ടുവരാൻ പോവുകയാണ്. ആത്മാവിൽ പിടിച്ചോണം. ചിലതിനെയൊക്കെ ദൈവം തുറക്കുമ്പോൾ അപ്പുറത്തുള്ള വഴികൾ തുറന്നു വരും. ഹല്ലേലൂയ. കരങ്ങളൊന്ന് തട്ടി കർത്താവിന് സ്തോത്രം ചെയ്തേ. കഴിഞ്ഞ മണിക്കൂറുകൾ ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി നിവർത്തീകരിക്കട്ടെ. നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇട്ടതിനായി പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ഇഷ്ടം, നിൻ്റെ ആഗ്രഹം, നിൻ്റെ പ്രവൃത്തി ഞങ്ങളുടെ മേൽ ആഴത്തിൽ തുറക്കുന്നതിനായി സ്തോത്രം.